ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് അനുപ്രിയ. ഞങ്ങൾ മസ്കറ്റിൽ നിന്നാണ് വരുന്നത്. വീട് കോട്ടയം. 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പം 8 പ്രാവശ്യം പുതുക്കി. ഇതിന് മുന്നേ 4 പ്രാവശ്യം ഞാൻ മാതാവിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാതാവിന് നന്ദി. ഇതെൻ്റെ ഹസ്ബൻഡ് ജിക്കു, കുഞ്ഞ് ജസ്രീൽ. ഞങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് വന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് 27 വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി നിറച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ്, തൈലം, തേന് എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് മദ്യപാനം പൂർണ്ണമായിട്ട് ഹസ്ബൻഡ് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെയാണ് താമസിക്കുന്നത്. അതിന് ഈശോയ്ക്ക് നന്ദി, തിരുക്കുമാരനും മാതാവിനും നന്ദി. പിന്നെ എൻ്റെ മോന് ജസ്രീൽ, ഞങ്ങൾ 2ാം ക്ലാസ്സിലാണ്, അവിടെ മസ്കറ്റിലാണ് പഠിക്കുന്നത്. അവനറിയാത്തൊരു തെറ്റിന് മാനേജ്മെൻറ്റ് എന്നെ വിളിപ്പിക്കുകയും അവനത് ചെയ്തതാണെന്ന് പറഞ്ഞ് അവനെ കുറ്റം ആരോപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ വിളിപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ ആ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അവന് അവിടെ ഒരു ടീച്ചറിൻ്റെ കാറ് സ്ക്രാച്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ കണ്ട ഒരു വീഡിയോയിൽ ഞാനും മോനും അതുവഴി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ അവർ കാണിച്ച വീഡിയോയിൽ മോൻ അത് ചെയ്തതായിട്ട് അതിനുള്ള തെളിവില്ലായിരുന്നു. മോൻ അത് ചെയ്തതായിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അവനല്ല ചെയ്തു എന്നുള്ളത് മാതാവ് തെളിയിച്ചു തന്നു. പിന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് 1000 നന്ദി. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ കള്ളുകൂടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ 1-2 പേരെ നിർത്താൻ മാക്സിമം പരിശ്രമിച്ചായിരുന്നു. അവർ നിർത്തി. ഇപ്പം പിന്നെ വേറെ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് മദ്യപാനം നിർത്താൻ വേണ്ടി. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പരിസ്ഥിതി പ്രവർത്തനമായിട്ട് നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പോയി മാതാവ് എനിക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ പറയുകയും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കറ്റിൽ അവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വരുന്ന രോഗികൾ ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. അവിടെ ഒമാനികളാണ്, മുസ്ലിം സഹോദരങ്ങളാണ്. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് അവരോട് പറയാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ കോവർക്കേഴ്സ് ഉണ്ട്, അവർക്ക് എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഈ മദ്യപാനത്തിൻ്റെ ആ ഒരു മാറ്റവും എല്ലാം കൊണ്ട് അവർക്കും മാതാവിൽ ഒരുപാട് വിശ്വാസം വന്നിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നതെന്നും അതുപോലെ ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ 2-3 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 71 അധ്യായം 14 തിരുവചനം പറയുന്നു, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. അനുപ്രിയ അബ്രഹത്തിൻ്റെ മനോഹരമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. തൻ്റെ അസ്വസ്ഥതകളിലെല്ലാം തന്നെ ചേർത്ത് പിടിച്ച തൻ്റെ നീല അങ്കിക്കുള്ളിൽ പരിശുദ്ധ അമ്മ അഭയം നൽകി എന്ന ഒരു മനോഹരമായ സാക്ഷ്യം നാം എല്ലാവരും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഇതാണ്. പരിശുദ്ധ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം ലഭിക്കണമേ, എനിക്ക് രോഗസൗഖ്യം നൽകണമേ, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിലും ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അനുപ്രിയ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ഏക നിയോഗം ഇതായിരുന്നു. ആദ്യത്തെ നിയോഗം തൻ്റെ ജീവിത പങ്കാളി വളരെ സ്നേഹത്തോടെയും തങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയായി മാറുന്നതിന് വേണ്ടിയായിരുന്നു തൻ്റെ പ്രാർത്ഥന. ഇന്ന് ജീവിത പങ്കാളി അത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത് നിന്ന്, അതേ അൾത്താരയിൽ നിന്ന് ഏറ്റുപറയുകയാണ്, ഞാനിനി എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളിലേക്കോ ആസക്തികളിലേക്കോ കടന്നു ചെല്ലുകയില്ല എന്നൊരു വലിയ പ്രതിജ്ഞയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് നമ്മെ ശക്തരാക്കുന്നത് ഒരു വീരോചിതമായ ഒരു പ്രതിജ്ഞ ചെയ്യുവാൻ ഉടമ്പടി ജീവിതമാണ് നമ്മെ ശക്തരാക്കുന്നത്. പലരും വിചാരിക്കാറുണ്ട്, നാം ഉടമ്പടി ക്ലാസ് കേൾക്കുമ്പോൾ അവിടെ പറയുന്ന ജോമോൾ സിസ്റ്റർ പറയുന്ന ഒരു വലിയ കാര്യമാണ്, നിങ്ങൾക്ക് ഒട്ടും സാധിക്കില്ല അല്ലെങ്കിൽ നടക്കില്ല, അത് അസാധ്യമാണ് എന്ന് തോന്നുന്ന എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ 6 നിയോഗങ്ങളായി എഴുതേണ്ടതെന്ന് നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. അത് അസാധ്യമെന്ന് പലരും വിചാരിക്കുമ്പോഴാണ്
നാം നമ്മുടെ അയോഗ്യതയെ സമർപ്പിക്കുകയാണ്. നമ്മുടെ അബോധ മനസ്സിൽ തന്നെ നമുക്കറിയാം അത് ഒട്ടും സാധിക്കുകയില്ല എന്ന്. ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അയോഗ്യതകളെ യോഗ്യതകളാക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയുകയാണ്. നാം അറിയാതെ തന്നെ നമുക്ക് പലതും ലഭിക്കുന്നു, നമ്മിൽ നിന്ന് പലതും ഇല്ലാതാകുന്നു. നാം ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നു. നാം വിശുദ്ധ വായനയിൽ സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ദൈവവചനം വായിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ളൊരു ദാഹം നമുക്കുണ്ടാകുന്നു. വിശുദ്ധ കുർബാനയിൽ നമുക്ക് വളരെയധികം അഭിരുചി അനുഭവപ്പെടുന്നു. അത്ര നാൾ ഉടമ്പടി എടുക്കുന്നത് വരെ കുർബാന ഞാൻ കാണാറുണ്ടായിരുന്നു. ഇന്ന് ഞാനത് പങ്കെടുക്കുകയാണ്. എൻ്റെ ഈശോനാഥൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എനിക്ക് വേണ്ടി മരിച്ചുയർത്ത ഒരു വലിയ സംഭവമാണ് ഞാനതിൽ ഭാഗഭാഗാക്കുന്നത് എന്ന ഒരു വലിയ അവബോധത്തിലാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായി ദീപബലിക്കായി പോകുന്നത്. ഇതൊന്നും ആരും ഉപദേശിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഒരു ദിവസത്തെ ഉടമ്പടി ധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാക്ഷ്യം കേട്ടതുകൊണ്ടോ നമുക്ക് ഒരു അവബോധത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ അവബോധത്തിലും നമ്മുടെ അബോധ മനസ്സിലേക്കും ഈശോ തന്നെ വെച്ച് തരുന്ന ഒരു വലിയ സത്യങ്ങളാണ്. നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് നാം തന്നെ അനുഭവിക്കുന്ന ജീവിത സത്യങ്ങളാണ് ഉടമ്പടി എന്ന ജീവിത രീതി. നമുക്ക് ജീവിതത്തിന് ക്രമമുണ്ടാകുന്നു, നമുക്ക് ജീവിതത്തിന് സാക്ഷ്യങ്ങളുണ്ടാകുന്നു, സാക്ഷികളുണ്ടാകുന്നു. ഈ അൾത്താരയിൽ കയറി നിന്ന് ഒരുപാട് ജന്മങ്ങളാണ് ഇവിടെ പുതുജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പടിയിറങ്ങിയിട്ടുള്ളത്. നമുക്ക് അവരോടൊപ്പം നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. അനുപ്രിയ പറയുകയായിരുന്നു, എൻ്റെ മകന് ഒരു തെറ്റായ ഒരു കുറ്റാരോപണം എൻ്റെ ഈ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് എൻ്റെ മാനേജ്മെൻറ്റ് അവനെ കറക്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർക്ക് വളരെയധികം വേദനിച്ചു. ഈ കൊച്ചുമകൻ ചെയ്യാത്തൊരു തെറ്റിനു വേണ്ടി അവർ വീഡിയോ പോലും ചെയ്ത് തെളിവോടുകൂടി കാണിക്കാൻ അവർ തയ്യാറാവുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. എല്ലാത്തിനും നമുക്ക് കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഉള്ളതിനെയും എല്ലാം വെച്ച് നീട്ടുന്നത് പരിശുദ്ധ അമ്മയാണ്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നാം ചെയ്തു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാം കുമ്പസാരിക്കുമ്പോൾ നമുക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാനും എൻ്റെ ദൈവവും മാത്രം അറിയുന്ന ഒരുപാട് തിന്മകൾ, പാപങ്ങൾ, പ്രലോഭനങ്ങൾ, തിന്മകൾ ഇതെല്ലാം എന്നിലുണ്ടെങ്കിലും ഇതൊന്നും ദൈവം ആരോടും വെളിപ്പെടുത്താത്ത ഒരുപാട് സത്യങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം മറച്ചു വയ്ക്കുന്നതും വെളിപ്പെടുത്തുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ്. നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യം അതാണ്. നാം ഈശോയോട് ഒന്നാകുന്നു. നമ്മുടെ ഉടമ്പടി വളരെ ആഴമേറിയതാകുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു മെറിറ്റുമില്ലെങ്കിലും നമുക്ക് യോഗ്യതകളായി, കൃപകളായി പരിശുദ്ധ അമ്മ ഈശോയെ നമുക്ക് നൽകുന്നു. ആ കൃപയിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാം, ഈശോയെ സ്വീകരിക്കാം. അനുപ്രിയയുടെയും കുടുംബത്തിൻ്റെയും ജീവിത പങ്കാളിയുടെയും ഈ മനോഹരമായ സാക്ഷ്യത്തിനെ വീണ്ടും അവർക്ക് സാക്ഷികളാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.